നിനക്ക് രാവിലെ എഴുന്നേക്കാനൊക്കെ അറിയാവോ? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ അവൻ രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. കൊള്ളാം. എഴുന്നേക്കാനോ? ഞാൻ കിടക്കാൻ പോന്നേ ഉള്ളൂ. അപ്പൊ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ലല്ലേ? ആർക്ക് രാത്രി? ആ മുറി മൊത്തം പകലല്ലയോ? ലൈറ്റ് കത്തുമ്പോൾ കീക്കി കേൾക്കുന്ന ഷൂ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്താൽ മോങ്ങുന്ന പെണ്ണിനെ ആദ്യമായിട്ട് കാണുക. അല്ല, അവള് രാവിലെ മുതൽ എന്തോ കാണുന്നില്ലെന്ന് പറഞ്ഞ് തിരയുന്നുണ്ടായിരുന്നല്ലോ, എന്താ സംഭവം? വല്ല ടോർച്ചും ആയിരിക്കും. ഉറക്കവും വരുന്നില്ല. ഞാൻ പോയി കുളിക്കട്ടെ. ആകെ ഭ്രാന്ത് പിടിച്ച് നിക്കുക. അയ്യോ എന്തുപറ്റി? എല്ലാത്തിനും കാരണം നിന്റെ ഏട്ടൻ കിച്ചുവാ. പറഞ്ഞോല്ലോ അവൻ അവിടെ കിടന്ന് പെറ്റുപോയേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നല്ലോ. ആമ്പിള്ളേര് പെറോ? എടി അതവൻ വളർത്താൻ കൊണ്ടുവന്ന് പെറ്റുപോയി എന്നാ പറയുന്നേ. പെറ്റാ? മീനൊന്നും അല്ലല്ലോ. മീനായാലെന്താ? എൻ്റെ പൊന്നേട്ടത്തി നമ്മുടെ കിച്ചു 12 പഠിക്കാൻ നേരത്തെ കുറെ മീനിനെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്ന് എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ അരിക്കലത്തിലിട്ട് വളർത്താൻ നോക്കി. അമ്മാവൻ അതിനൊക്കെ കൂടി എടുത്ത് തോട്ടിലിട്ട് ആ തോടൊഴുകി ചെല്ലുന്ന ഒരു കുഴിക്കാത്ത ആ കുഴിയും വറ്റിപ്പിച്ച് അവൻ്റെ മീൻ എടുത്തിട്ടാണ് ചേട്ടനെ അമ്മാവൻ അവൻ വീട്ടിൽ കയറ്റിയത്. ഹായ് സൈക്കോ. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി. 5000 രൂപയാണ് ചേട്ടനും അമ്മാവനും കിട്ടിയത്. അതെന്തിന്? അവർ വരച്ചത് കുഴിയല്ലായിരുന്നു, അപ്പുറത്തെ ഫ്ലാറ്റുകാരെ സെപ്റ്റി ടാങ്ക് ആയിരുന്നു. എന്നിട്ട് അവരൊക്കെ കൂടി 5000 രൂപ പിരിച്ച് കൊടുത്തതാ അത്. ഇതെന്തായാലും മീനൊന്നും അല്ല, അവൻ കട്ടിലിന്റെ അടിയിലൊക്കെ തപ്പുന്നുണ്ടായിരുന്നു. അപ്പൊ സംഭവം എന്താന്ന് ഏട്ടത്തിക്കും അറിയില്ലേ? ഇല്ല. ആ ബെസ്റ്റ്. കിച്ചുവേട്ടാ, കിച്ചുവേട്ടാ. എവിടെ? കിട്ടിയോ? കിട്ടിയോ? എടാ എന്ത് പെറ്റാന്നറിയാതെ എങ്ങനെയാ നോക്കുന്നേ? അപ്പൊ കിട്ടിയില്ലേ? എടാ പെറ്റിന്റെ പേരെന്താന്ന് പറഞ്ഞാലേ നോക്കാൻ പറ്റുള്ളൂ. പേരോ? പേരോ? മീനൂട്ടി. എന്റെ മീനൂട്ടി. ദേ എന്റെ മീനൂട്ടിയെ കണ്ടുപിടിക്കാണ്ട് ഇന്ന് ഇവിടെ ആരും ഉച്ചയ്ക്ക് അത്താഴം കഴിക്കാന്ന് വേഗം നോക്കണ്ട. മീനൂട്ടി അങ്ങനെ ഇരിക്കണം. ചുമ്മാ ഇരിക്കും. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ ചേട്ടൻ കേക്കോ? എന്താ? നമ്മുടെ കിച്ചു ഇല്ലേ, അവനൊരു പെറ്റിനെ വാങ്ങി. അതിനാണെങ്കിൽ ഇപ്പൊ കാണുന്നില്ലോ. അപ്പൊ ചേട്ടൻ അതിനെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കും. ഓ, നീ ഒന്നുകൂടെ പറഞ്ഞു. നമ്മുടെ കിച്ചു അവനൊരു പെറ്റിനെ വാങ്ങി. മീനാണോ? മീനല്ല, പേടിക്കണ്ട. എന്നെ വിട്ട് അവൻ്റെ ഒരു മീൻ കാരണം എനിക്കിപ്പോൾ മഴക്കുഴി കണ്ടാലും പേടിയാ. ആളെ ഇവിടെ സ്വാമി, അയ്യോ മംഗളസ്വാമി, ഗോകുലസ്വാമി, ബാബലസ്വാമി. അങ്ങോട്ട് മണി. ഇനിയിപ്പോ എന്തേയും? നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കണ്ട. കിച്ചു പാവാ, കിച്ചുന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. നീ വാ. ഏട്ടത്തി വാ. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? അതെ, എന്റെ പെറ്റിനെ കാണാണ്ട് പോയി. നിങ്ങൾ എത്രയും വേഗം വന്നൊന്ന് കണ്ടുപിടിച്ചു തരണം. തന്റെ പട്ടിയെ പൂച്ചയൊന്നും കണ്ടുപിടിക്കലല്ല കേരള ഫയർഫോഴ്സിന്റെ ജോലി. വല്ല തീപിടുത്തം വല്ല ഉണ്ടാവുന്നേ വരാം. തീപിടുത്തുണ്ടായാലേ നിങ്ങൾ വരുള്ളൂ? അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്റെ പെറ്റിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ വീടിന് തീ വയ്ക്കും. അന്നേരം നിങ്ങൾ വാ. മീനൂട്ടി, മീനൂട്ടി. ചേച്ചി, ഞാൻ വന്നിട്ട് എത്ര നേരമായെന്നറിയോ? നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഇതിനകത്തൊരു കള്ളം കയറിയ പോലും അറിയത്തില്ലല്ലോ. ഞങ്ങളെ പറഞ്ഞത് ചേച്ചി, ഈ കൊച്ചുകൊണ്ട് മിണ്ടായിരിക്കാൻ പറയണം കേട്ടോ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷെ എന്നെ ഇങ്ങനെ കുണ്ടിതനാക്കരുത്. നീ അത് വിട്, ഞങ്ങൾക്കിപ്പോ ഒരു ഹെൽപ്പാ വേണ്ടത്. എന്താ ചേച്ചി? എടാ കിച്ചു ഒരു പെറ്റിനെ കൊണ്ട് വന്നു, അതിനിപ്പോ കാണുന്നില്ല. മറ്റേ എലിയാണോ? എലിയാ? അയ്യേ, അവനൊരു എലിയായിട്ട് പുറകെ കൂടെ കയറി വരുന്നത് ഞാൻ കുറച്ചു മുന്നേ കണ്ടായിരുന്നു. എലിനെക്കാരിലും പെറ്റായിട്ട് വളർത്തോ? പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ വൈറസിനെ വരെ വളർത്തുന്നത്. അച്ചു ചൈനക്കാരെ കണ്ടിട്ടില്ല. ഇനി അതിൽ ഏത് മാളത്തിൽ പോയി തപ്പാനോ? നമുക്ക് കുറച്ച് ദിവസം ഏട്ടത്തിയുടെ വീട്ടിൽ പോയിക്കാം. ഇനി അതേ ഉള്ളൂ മാർഗം. അച്ചു ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പോവാ. എന്നാ പിന്നെ ഞാൻ അമ്മയോട് വിളക്കെടുത്ത് വെക്കാൻ പറയട്ടെ? എന്തിന്? അല്ല, അവിടെ പവർ കട്ടാന്ന് പറയുന്നത് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാ. ആക്ച്വലി ഇവിടെ എന്താ പ്രശ്നം? എടാ അവൻ വാങ്ങിച്ചോണ്ട് എലിയെ കാണുന്നില്ല. ഇനിയിപ്പോ നമ്മളതിനെ കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളെ കിടത്തി ഉറക്കത്തില്ല. സത്യം പറഞ്ഞ അവൻ്റെ ഇത്തരത്തിലുള്ള യൂണീക്കായിട്ടുള്ള ടേസ്റ്റുകളാണ് എന്നെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. വാട്ട് എ കംപ്ലീറ്റ് മാൻ. ഡാ നിന്റെ തത്വം പറിച്ച് നിർത്തിയിട്ട് ഞങ്ങളിപ്പോ ഹെൽപ്പ് ചെയ്യേ. ഇപ്പൊ എന്താ വേണ്ടേ? എലിയെ കണ്ടുപിടിക്കണം. ആ എലി ഈ വീട്ടിലെ ഏത് ദ്വാരത്തിലുണ്ടെങ്കിലും ഞാൻ കൈയിട്ട് നോക്കി കണ്ടുപിടിച്ച് തന്നിരിക്കും. ബാ. വെയിറ്റ്, ഒരു പൂച്ച കിട്ടാൻ വഴിയുണ്ടോ? ഇല്ല. എലിപ്പത്തായം ഇല്ല. ഈ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല, നമ്മൾ ഈ ഓപ്പറേഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? കണ്ടിന്യൂ. എന്തുവാ? അമ്മാവാ, ഗണപതിയുടെ ഒരു ചെറിയ ഫോട്ടോ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഗണപതിയോ? എന്നാത്തിനാ? ഗണപതിയുടെ വാഹനമാണല്ലോ.
എലി. എലിയോ? ഇവനെന്താടി പ്രാന്ത് പിടിച്ചോ? അമ്മാവ കിച്ചു ഒരു എലിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പ്രാന്ത് പിടിച്ച് നടക്കുക. ഞങ്ങൾ രാവിലെ തൊട്ട് തപ്പാൻ തുടങ്ങി അതിന്. അമ്മാവൻ കണ്ട എലിയെ? എലിയോ? എലീനൊക്കെ എന്തിനാ വീട്ടിൽ പഠിച്ചോണ്ട് വരുന്നത്? അമ്മ വാ, ഇപ്പൊ എലീനൊക്കെ വീട്ടിൽ വളർത്തും, അതുകൊണ്ടാ അവൻ വാങ്ങിച്ചോണ്ട് വന്നേ. എലിയൊക്കെ ആരെങ്കിലും വീട്ടിൽ അതിനെ ഇനി ആരും അന്വേഷിക്കണ്ട. അതെന്താ? അത് ചത്തു. അമ്മാവൻ എന്ത് പണിയാ കാണിച്ചേ? അയ്യോ, ഞാനൊന്നും ചെയ്തതല്ല. അതിനെ പാമ്പ് പിടിച്ചതാ. ഞാൻ ആ പാമ്പിനെ തല്ലിക്കൊന്നു, അത്രേ ഉള്ളൂ. ഈശ്വരാ. എന്താടി ഇത്? അവാർഡോടോ? എന്താ എന്തുപറ്റി? എടാ, ചെറിയൊരു പ്രശ്നം. എൻ്റെ മീനൂട്ടി കണ്ട മാവ? മോനെ, നിന്റെ എലിക്കുട്ടി ചത്തു. അതിനൊരു പാമ്പ് വിഴുങ്ങി. നീ വിഷമിക്കണ്ട. അതിനെ തല്ലിക്കൊന്ന് പറമ്പിൽ കുഴിച്ചിട്ടിട്ടാ ഈ അമ്മാവൻ ഇങ്ങോട്ട് വന്ന്. ഞാൻ 2000 രൂപ മുടക്കി വാങ്ങിച്ച എന്റെ പാമ്പിനെ താൻ കൊല്ലുമല്ലേടോ? അപ്പൊ നീ രാവിലെ ഒരു എലിയെ കൊണ്ട് വന്നതോ? പിന്നെ പാമ്പിന് എലി അല്ലാണ്ട് സാമ്പാർ തിന്നാൻ കൊടുക്കൂ? ഹായ് സൈക്കോ. എത്ര നേരമായി നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു? ഞാൻ നമ്മളെ കിടത്തി ഉറക്കത്തിക്കത്തില്ല. ഒരു ദിവസം എന്റെ പെറ്റിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ വീടിന് തീ വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വാ. ആഹാ, മീനൂട്ടി താടി.